Hello friends, welcome back to Tax Start. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻസ് ആക്ട് 2021 ഒരു ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് സെക്ഷനെ കുറിച്ചാണ്. ദാറ്റ് ഈസ് സെക്ഷൻ 194Q TDS ഓൺ പർച്ചേസ്. ഇൻകം ടാക്സിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് പർച്ചേസിൻ്റെ മേലെ ഒരു TDS ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം അതായത് 2020 ഇതിനോട് വളരെയധികം സമാനതയുള്ള ഒരു സെക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് സെക്ഷൻ 206C(1)(h) TCS ഓൺ സെയിൽ ഓഫ് ഗുഡ്സ്. ഒരു സെക്ഷനിൽ ലയബിലിറ്റി ബയർക്കാണെങ്കിൽ അടുത്ത സെക്ഷനിൽ ലയബിലിറ്റി വരുന്നത് സെല്ലർക്കാണ്. ഈ രണ്ട് സെക്ഷൻസും ഒരുപോലെ എക്സിസ്റ്റ് ചെയ്യുന്ന പല സിറ്റുവേഷൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഡൗട്ട്സും ഒരുപാട് ക്ലാരിറ്റി കുറവും ഇതിൻ്റെ പല ഏരിയാസിലുമുണ്ട്. സോ ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 194Q TDS ഓൺ പർച്ചേസ്. കഴിഞ്ഞ വർഷം അതായത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ 2020-21 10 കോടിക്ക് മേലെ ടേൺ ഓവർ അല്ലെങ്കിൽ സെയിൽസ് ഉള്ള ഒരു ബയ്യറാണ് നിങ്ങളെങ്കിൽ ഈ വർഷം അതായത് 2021-22 ഫിനാൻഷ്യൽ ഇയറിൽ ഏതെങ്കിലും ഒരു സെല്ലർക്കോ അല്ലെങ്കിൽ ഡീലർക്കോ 50 ലക്ഷത്തിന് മേലെ പർച്ചേസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിർബന്ധമായും 0.1% TDS ഡിഡക്റ്റ് ചെയ്തിരിക്കണം. അതാണ് നമ്മുടെ സെക്ഷൻ പറയുന്നത്. ഇവിടെ സെല്ലർ അല്ലെങ്കിൽ ഡീലർ എന്നുദ്ദേശിക്കുന്നത് ഇന്ത്യൻ റെസിഡൻ്റ് ആണ്. അതായത് ഇവിടെ വേറൊരു കാര്യം കൂടെ ഇംപ്ലൈഡ് ആണ്. ഇമ്പോർട്ട് ഓഫ് ഗുഡ്സിൻ്റെ കേസിൽ ഒരിക്കലും സെക്ഷൻ 194Q ആപ്ലിക്കബിൾ ആവുന്നില്ല. ഇമ്പോർട്ട്സ് ഓഫ് ഗുഡ്സിൻ്റെ കേസിൽ മാത്രമല്ല, സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്ത ചില കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ ആപ്ലിക്കബിൾ ആവുന്നില്ല. സോ ഇതാണ് നമ്മുടെ സെക്ഷൻ 194Q ആപ്ലിക്കബിൾ ആവാനുള്ള പ്രൈമറി കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ 0.1% TDS ഡിഡക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് ടാക്സബിൾ വാല്യൂ ആണോ ഇൻവോയ്സ് വാല്യൂ ആണോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് നമ്മൾ എപ്പോഴും TDS ഡിഡക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ടാക്സബിൾ വാല്യൂയുടെ മേലെയാണ്. നമുക്കറിയാം നമ്മുടെ ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ GST എക്സംപ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ടാക്സ് എക്സംപ്റ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. സോ ആ വാല്യൂയുടെ മേലെയാണ് നമ്മൾ എപ്പോഴും ഈ ഒരു TDS ഡിഡക്റ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മളെപ്പോഴും ഈ ഒരു TDS ഡിഡക്റ്റ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് അതല്ല, നമ്മൾ എപ്പോഴാണോ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഒരു പെർട്ടിക്കുലർ എൻട്രി നമ്മൾ വരവ് വയ്ക്കുന്നത് ആ ടൈമിൽ തന്നെ നമ്മൾ ഈ ഒരു TDS ഡിഡക്റ്റ് ചെയ്തിരിക്കണം. അതായത് അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റ് ഓർ അറ്റ് ദ ടൈം ഓഫ് ക്രെഡിറ്റ് വിച്ച് എവർ ഇസ് ഏർലിയർ എന്നാണ് നമ്മുടെ സെക്ഷൻ പറയുന്നത്. നമ്മളൊരു പെർട്ടിക്കുലർ സെല്ലറിന് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ നമ്മളെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എപ്പോഴാണോ വരവ് വെക്കുന്നത് ആ ടൈമിൽ തന്നെ നമ്മൾ TDS ഡിഡക്റ്റ് ചെയ്തിരിക്കണം. നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റിൻ്റെ കേസിലാവുമ്പോൾ നമുക്കറിയാം, നമ്മൾ ചിലപ്പം പർച്ചേസിന് വേണ്ടിയിട്ടായിരിക്കും അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഒരു ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ ലോണോ എന്നുള്ള ഇൻറ്റൻഷനിലായിരിക്കാം അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന അഡ്വാൻസ് പേയ്മെൻറ്റ് ഭാവിയിൽ പർച്ചേസ് ചെയ്യുക എന്നുള്ള ഒരു ഇൻറ്റൻഷനിൽ ആണെങ്കിൽ എപ്പോഴാണോ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് ആ ഒരു മൊമെൻറ്റിൽ തന്നെ ഈ ഒരു TDS നമ്മൾ ഡിഡക്റ്റ് ചെയ്തിരിക്കണം. പക്ഷേ ഈ ഒരു ലോണിൻ്റെയോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റിൻ്റെയോ കേസിൽ ഈ ഒരു TDS ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എന്തെങ്കിലും ആ ഒരു എമൗണ്ട് പർച്ചേസിലേക്ക് ഡൈവേർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ടൈമിൽ തന്നെ നമ്മൾ TDS ഡിഡക്റ്റ് ചെയ്തിരിക്കണം. ഇനി നമ്മളെ സെല്ലർ അല്ലെങ്കിൽ ഡീലർ നമുക്ക് പാൻ കാർഡ് പോലെയുള്ള ഡീറ്റെയിൽസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ 0.1% TDS എന്നുള്ളത് നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടത് 5% ആണ്. ഇനി നമ്മൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സെക്ഷൻ അതായത് സെക്ഷൻ 194Q എല്ലാ ഗുഡ്സിൻ്റെ കേസിലും ആപ്ലിക്കബിൾ ആണ്. അതായത് ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ കേസിലും അതുപോലെ തന്നെ നോർമൽ ട്രേഡിംഗ് ഗുഡ്സിൻ്റെ കേസിലും ഒരുപോലെ ആപ്ലിക്കബിൾ ആവുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 194Q. ഇനി നമ്മൾ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷനിൽ നോർമൽ TDS ഡിഡക്ഷൻസ് ഓൾറെഡി വന്ന ഒരു ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ, നമുക്കറിയാം ഇൻകം ടാക്സിൽ ഒരുപാട് TDSനെ കുറിച്ചുള്ള ഒരുപാട് പ്രൊവിഷൻസും സെക്ഷൻസും ഉണ്ട്. സോ അങ്ങനെയുള്ള ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷനിൽ ഇതിനു മുന്നേ പല TDS സെക്ഷൻസും വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പല TDS ഡിഡക്ഷൻസും വന്നിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 194Q അവിടെ ആപ്ലിക്കബിൾ ആവുന്നില്ല. പക്ഷേ
ആ ഒരു സെക്ഷൻ 206C 1H ആണെങ്കിൽ, അതായത് സെക്ഷൻ 194Qവും സെക്ഷൻ 206C 1Hഉം ഒരുപോലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ പ്രിവൈൽ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് സെക്ഷൻ 194Q TDS ഓൺ പർച്ചേസ് ആണ്. ഈ ഒരു സെക്ഷൻ ഇംപ്ലിമെൻ്റ് ആവുന്നത് ജൂലൈ 1, 2021 ആണെങ്കിലും ഇതിന് മുന്നേ ഉള്ള, അതായത് ഏപ്രിൽ 2021 തൊട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ഈ ഒരു കണ്ടീഷൻസ് എല്ലാം ആപ്ലിക്കബിൾ ആവുന്ന, സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻസും സെക്ഷൻ 194Qൻ്റെ പരിധിക്കുള്ളിൽ തന്നെ വരുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസിലേക്ക് നോക്കാം. അതായത് ഞാൻ കഴിഞ്ഞ വർഷം 10 കോടിക്ക് മേലെ ടേൺ ഓവർ ഉള്ള ഒരു ബയ്യറാണ്. ഞാൻ ഈ വർഷം 60 ലക്ഷത്തിൽ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഒരു പെർട്ടിക്കുലർ സെല്ലറിൻ്റെ അടുത്ത് നിന്ന്. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ ആപ്ലിക്കബിൾ ആവുന്ന TDS ഡിഡക്ഷൻ എന്ന് പറയുന്നത് 50 ലക്ഷത്തിൽ എത്രയാണോ കൂടുതൽ, അതായത് 60 lakhs മൈനസ് 50 lakhs, 10 ലക്ഷത്തിൻ്റെ മേലെയാണ് ഞാൻ 0.1% TDS ഡിഡക്റ്റ് ചെയ്ത് ഞാൻ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യേണ്ടത്. ഇനി അടുത്ത കേസിൽ എനിക്ക് കഴിഞ്ഞ വർഷം, അതായത് 2021 8 കോടി മാത്രമേ ടേൺ ഓവർ ഉള്ളൂ, അതായത് 10 കോടിക്ക് താഴെയാണ് എൻ്റെ ടേൺ ഓവർ. ഈ വർഷം, അതായത് 2021-22 ഏപ്രിൽ 2021 ശേഷം ഞാൻ 75 ലക്ഷത്തിന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ TDS ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം എനിക്ക് എന്താവുന്നില്ല, 10 കോടിക്ക് മേലെ ടേൺ ഓവർ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല. സോ നമ്മൾ TDS ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യം ഇല്ല. ഈ രണ്ട് കണ്ടീഷൻസും ഒരുപോലെ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മുടെ സെക്ഷൻ 194Q ആപ്ലിക്കബിൾ ആവുന്നുള്ളൂ. സെക്ഷൻ 194Q നമ്മൾ കംപ്ലൈ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ 0.1% ടാക്സ് നമ്മൾ ഡിഡക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് വരുന്ന കോൺസിക്വൻസസ് എന്താ എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 41A പ്രകാരം ഈ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷനിലുള്ള പർച്ചേസ് എക്സ്പെൻഡിച്ചർ നമ്മുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ഓൺ ആവുകയും ഈ ഒരു എക്സ്പെൻഡിച്ചറിന് ഡിസലവൻസ് സംഭവിക്കുകയും ചെയ്യും. അതിൻ്റെ ആപ്ലിക്കബിൾ റേറ്റിൽ തന്നെ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് പേ ചെയ്യേണ്ടിയും വരും. അതായത് നമ്മൾ ജനറലി 30% ആണ് ടാക്സ് അടയ്ക്കേണ്ടി വരിക. ഒരു വലിയ എമൗണ്ട് തന്നെ ടാക്സ് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്, നമ്മൾ 10 കോടിക്ക് മേലെ ടേൺ ഓവർ ഉള്ള ഒരു ബയറാണ്, ഈ വർഷം നമ്മൾ 50 ലക്ഷത്തിന് മേലെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും 0.1% TDS ഡിഡക്റ്റ് ചെയ്ത് നമ്മൾ ആ ഒരു TDS റിട്ടേൺ ഫയൽ ചെയ്യുകയും നമ്മുടെ സെല്ലറിൻ്റെ അക്കൗണ്ടിലേക്ക് ആ ഒരു TDS എമൗണ്ട് ആ സ്പോട്ടിൽ തന്നെ ക്രെഡിറ്റ് ആവുകയും ചെയ്യും. നമുക്ക് സെക്ഷൻ 206C 1H TCS ഓൺ സെയിൽ ഓഫ് ഗുഡ്സിനെ കുറിച്ച് കൂടി ഒന്ന് ബ്രീഫായിട്ട് അറിഞ്ഞിരിക്കാം. അതായത് നമുക്കറിയാം ഒക്ടോബർ 1, 2020 ഈ ഒരു സെക്ഷൻ നിലവിൽ വരുന്നത്. അതായത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് ഒരു സെല്ലർക്ക് 10 കോടിക്ക് മേലെ ടേൺ ഓവർ ഉണ്ടാവുകയും അത് കഴിഞ്ഞുള്ള ഇയറിൽ 50 ലക്ഷത്തിന് മേലെ ഒരു ബയ്യറിൻ്റെ അടുത്തു നിന്നും സെയിൽ കൺസിഡറേഷൻ ലഭിക്കുകയുമാണെങ്കിൽ അവിടെ 0.1% TCS നിർബന്ധമായും സെല്ലർ കളക്ട് ചെയ്തിരിക്കണം. അതാണ് ഈ ഒരു സെക്ഷൻ 206C 1H പറയുന്നത്. ഇൻ കേസ് അവിടെയും നമ്മുടെ പാൻ കാർഡോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഡീറ്റെയിൽസ് ബയ്യർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എങ്കിൽ 1% ആണ് ടാക്സ് സെല്ലർ കളക്ട് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യേണ്ടത്. ഈ ഒരു സെക്ഷനിൽ ഒരു സ്പെഷ്യൽ കേസ് വരുന്നത് പെട്രോളിയം കമ്പനീസിലാണ്. നമുക്കറിയാം പെട്രോളിയം കമ്പനീസ് എന്ന് പറയുമ്പം ബയ്യർ ആണെങ്കിലും ശരി സെല്ലർ ആണെങ്കിലും ശരി അത്യാവശ്യം ടേൺ ഓവർ ഉള്ള രണ്ട് പാർട്ടീസ് തന്നെയായിരിക്കും. ഉറപ്പായിട്ടും 10 കോടിക്ക് മേലെ ടേൺ ഓവർ ബയ്യർക്കും ഉണ്ടാവും, അതുപോലെ തന്നെ സെല്ലർക്കും ഉണ്ടാവും. സോ ഇവിടെയാണ് ഒരു ഡിലേമ സിറ്റുവേഷൻ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ സെക്ഷൻ 194Q TDS ഓൺ പർച്ചേസും എക്സിസ്റ്റിംഗ് ആണ്, അതുപോലെ തന്നെ സെക്ഷൻ 206C 1H TCS ഓൺ സെയിൽ ഓഫ് ഗുഡ്സും ആപ്ലിക്കബിൾ ആണ്. സോ ഇങ്ങനെ രണ്ട് ഒരു സെക്ഷൻസും ആപ്ലിക്കബിൾ ആവുന്ന ഈ പെട്രോളിയം കമ്പനീസിൻ്റെ കേസിൽ ഇവിടെ ഇനി തൊട്ട് അൾട്ടിമേറ്റ് ലയബിലിറ്റി വരാൻ പോകുന്നത് ബയ്യർക്കാണ്. അതായത് TDS ഓൺ പർച്ചേസ് 194Q ആണ് ഇത്തരം സാഹചര്യങ്ങളിൽ എക്സിസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആപ്ലിക്കബിൾ ആവുന്നത്. അപ്പം ഇവിടെ ലയബിലിറ്റി ബയ്യർക്കാണ്. അപ്പോൾ ഇവിടെ TDS ഡിഡക്റ്റ് ചെയ്യേണ്ടത് പെട്രോളിയം കമ്പനീസിൽ ആരാണോ ബയ്യർ അവരാണ് TDS ഡിഡക്റ്റ് ചെയ്ത് നമ്മൾ അത് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യേണ്ടത്. ഇനി
നമ്മൾ കാണാൻ പോകുന്നത് സെക്ഷൻ 194Q TDS ഓൺ പർച്ചേസും അതുപോലെ തന്നെ സെക്ഷൻ 206C1H TCS ഓൺ സെയിൽ ഓഫ് ഗുഡ്സും ഒരുപോലെ വരുന്ന കണ്ടീഷൻസിൽ ഏതാണ് പ്രിവൈൽ ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് സിറ്റുവേഷനിൽ എ എന്ന് പറയുന്നത് ബയ്യറാണ്, ബി എന്ന് പറയുന്നത് സെല്ലറാണ്. സോ എ എന്ന് പറയുന്ന ബയ്യർ കഴിഞ്ഞ വർഷം അതായത് 2020-21 10 കോടി ടേൺ ഓവർ ഉള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നമ്മുടെ സെല്ലറും കഴിഞ്ഞ വർഷം 10 കോടി ടേൺ ഓവർ ഉള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ എ ബിക്ക് 50 ലക്ഷത്തിൻ്റെ പർച്ചേസും നടത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സെക്ഷൻ 194Q ആണോ എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെക്ഷൻ 206C1H ആണോ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇവിടെ രണ്ട് സെക്ഷനും ഒരുപോലെ ആപ്ലിക്കബിൾ ആവുന്ന സിറ്റുവേഷനിൽ എപ്പോഴും ആപ്ലിക്കബിൾ ആവുക അല്ലെങ്കിൽ എക്സിസ്റ്റ് ആവുന്നത് നമ്മുടെ സെക്ഷൻ 194Q TDS ഓൺ പർച്ചേസ് ആണ്. ഇനി നമുക്ക് രണ്ടാമതൊരു സിറ്റുവേഷൻ നോക്കാം. ഇവിടെ എ എന്ന് പറയുന്നത് ബയ്യറാണ്, ബി എന്ന് പറയുന്നത് സെല്ലറാണ്. ഇവിടെ എയുടെ ടേൺ ഓവർ കഴിഞ്ഞ വർഷം 8 കോടിയാണ്, അതായത് 10 കോടിക്ക് താഴെയാണ്. നമ്മുടെ ബിൻ്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് ഈ സെല്ലറിൻ്റെ ടേൺ ഓവർ 10 കോടിയാണ്. ഈ വർഷം അതായത് 2021 ഈ നമ്മുടെ ബയ്യർ 50 ലക്ഷത്തിൻ്റെ പർച്ചേസ് ബിക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് സെക്ഷനാണ് എക്സിസ്റ്റ് ചെയ്യുക? നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇവിടെ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈഡ് ആവുന്നത് ഒരു സെല്ലർക്കാണ്. അതായത് സെല്ലറിൻ്റെ 10 കോടി ടേൺ ഓവറും ഓക്കെയാണ്, അതുപോലെ തന്നെ 50 ലക്ഷം പർച്ചേസും ഇവിടെ ബയ്യർ സെല്ലർക്ക് നടത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് സെക്ഷൻ 206C1H ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 194Q ആപ്ലിക്കബിൾ ആവണമെങ്കിൽ നമ്മുടെ ബയ്യർക്ക് കഴിഞ്ഞ വർഷം 10 കോടി ടേൺ ഓവർ ഉണ്ടാവണമായിരുന്നു. ഇവിടെ നമ്മുടെ ബയ്യറിൻ്റെ ടേൺ ഓവർ 8 കോടി മാത്രമാണ്. അതുകൊണ്ട് ഒരിക്കലും തന്നെ അവിടെ സെക്ഷൻ 194Q ആപ്ലിക്കബിൾ ആവുന്നില്ല. പകരം സെക്ഷൻ 206C1H ആണ് ആപ്ലിക്കബിൾ ആവുന്നത്. അതുമാത്രമല്ല നമ്മുടെ ലയബിലിറ്റി റെസ്റ്റോൺ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ സെല്ലറിൻ്റെ ലയബിലിറ്റിയാണ് ഇവിടെ പ്രിവൈൽ ആവുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു സിറ്റുവേഷൻ നോക്കാം. ഇവിടെ നമ്മുടെ എ എന്ന് പറയുന്ന ബയ്യറിൻ്റെ ടേൺ ഓവർ കഴിഞ്ഞ വർഷം 10 കോടിയാണ്. പക്ഷേ ബി എന്ന് പറയുന്ന നമ്മുടെ സെല്ലറിൻ്റെ ടേൺ ഓവർ 8 കോടിയാണ്. ഈ വർഷം അതായത് ഈ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മുടെ ബയ്യർ സെല്ലറിന് 50 ലക്ഷത്തിൻ്റെ പർച്ചേസ് നടത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് സെക്ഷനാണ് എക്സിസ്റ്റ് ചെയ്യുക? ഉറപ്പായിട്ട് നമ്മുടെ സെക്ഷൻ 194Q TDS ഓൺ പർച്ചേസ് ആണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇവിടെ നമ്മുടെ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആവുന്നത് ഒരു ബയ്യർക്കാണ്. നമ്മുടെ സെല്ലറിൻ്റെ ടേൺ ഓവർ കുറവായതുകൊണ്ടും നമ്മുടെ ബയ്യറിൻ്റെ ടേൺ ഓവർ 10 കോടി ക്രോസ് ചെയ്തതുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ പർച്ചേസ് വാല്യൂ 50 lakhs ക്രോസ് ചെയ്തതുകൊണ്ടും ഉറപ്പായിട്ടും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ലയബിലിറ്റി ബയ്യർക്കാണ്.